മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. I can see the warfare happening. ഒരു യുദ്ധം നടക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. I know that there is a huge warfare that is going around in this place. ഈ സ്ഥലത്തിന് ചുറ്റും ഒരു വലിയൊരു യുദ്ധം നടക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. And that is also reflecting in the lives of people around who are contributing into it. ഈ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ, ഈ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. Yeah, they are also experiencing some or other kind of a, some or other kind of a warfare very strong. ആ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ചില ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില യുദ്ധങ്ങൾ നേരിടുന്നുണ്ട്. And sometimes it is like they feel like they will be plucked out of their faith also. ചിലപ്പോൾ ആ വ്യക്തികൾക്ക് തോന്നും, ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്ന് തന്നെ നമ്മെ വേർപെടുത്താമെന്ന് തോന്നിപ്പോകും. Yes, sometimes they feel that I am not able to believe what I have heard. ചിലപ്പോൾ ആ വ്യക്തികൾക്ക് മനസ്സിൽ തോന്നും, ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ല, അതിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നും. They feel that it will happen. അത് സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നും. Sometimes it is a cry from within saying, God, help me sustain in my faith. ചിലപ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ നിന്നും ഒരു കരച്ചിൽ വെളിപ്പെടും, കർത്താവേ ഈ വിശ്വാസത്തിൽ നിൽക്കുവാൻ ഒരു കൃപ നൽകണേ എന്ന്. You know, when I don't know how Peter felt when he was about to be crucified. പത്രോസിനെ ക്രൂശീകരിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് തോന്നിയതെന്ന് എനിക്കറിയില്ല. I don't know how he felt when he was taken to the prison and the next day he was going to be persecuted. അദ്ദേഹത്തെ ആ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയപ്പോഴും പിറ്റേ ദിവസം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് കടന്നുപോയത് എന്ന് എനിക്കറിയില്ല. Yeah, but sometimes we also have that kind of a feeling. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലും അങ്ങനത്തെ ചില വികാരങ്ങൾ കടന്നു പോകും. Yeah, some kind of a fear of future. ഭാവിയെക്കുറിച്ചുള്ള ഭീതി ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലും വരും. And this question mark that if I go on like this, where will I reach? നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയരും, ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോയാൽ ഞാൻ എവിടെയാണ് എത്തിച്ചേരുക? Will I reach anywhere? ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേരുമോ എന്ന് നമുക്ക് തോന്നാം. I take 2 steps ahead and then I stop and I have to go 2 steps back. 2 ചുവട് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു, പക്ഷെ വീണ്ടും ഞാൻ അവിടെ നിന്നു പോകുന്നു, ഞാൻ വീണ്ടും 2 ചുവട് പുറകോട്ട് വയ്ക്കും. You know, in faith you are, I think one of the members from youth came and she was so excited after the youth camp. ഒരു യൂത്തിലെ ഒരു മെമ്പർ എൻ്റെ അടുക്കൽ വന്നു. ആ വ്യക്തി യൂത്ത് ക്യാമ്പിന് ശേഷം വളരെ സന്തോഷവാനായിരുന്നു. സന്തോഷവതിയായിരുന്നു. She was very happy. അവൾ വളരെ സന്തോഷവതിയായിരുന്നു. But she came and said, I'm so excited about the Lord, I just want to live in this environment. അവൾ എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്, ഞാൻ ഈ ചുറ്റുപാടിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. And I hope that nothing will pluck me off this happiness. എനിക്ക് പ്രത്യാശയുണ്ട്, ഈ സന്തോഷത്തിൽ നിന്നും ഒരു ശക്തിയും എന്നെ വേർപിരിക്കില്ല എന്ന്. No, she was scared that it will happen. പക്ഷെ അവൾക്ക് വളരെ ഭീതി ഉണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിക്കുമെന്ന്. I don't want to come out of this phase was her thought. ഈ ഒരു ജീവിത നിലവാരത്തിൽ നിന്നും മാറിപ്പോകരുത് എന്നവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. Sometimes we are also like that. ചിലപ്പോഴൊക്കെ നമ്മളുടെ ഹൃദയത്തിലും ഇതേ ഭയം കടന്നു വരും. Sometimes we take a flight in faith. ചിലപ്പോഴൊക്കെ നമ്മളൊരു ഫ്ലൈറ്റ്, നമ്മളെ വിശ്വാസത്തിൽ ഒരു പറക്കലിലേക്ക് പോകും. We literally fly. നാം വിശ്വാസത്തിൽ തന്നെ പറന്നുകൊണ്ട് മുമ്പോട്ട് പോകും. Like a balloon. ഒരു ബലൂൺ പറന്നത് പോകുന്നത് പോലെ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകും. And then we feel something comes and pricks us and then പക്ഷേ ഒരു സന്ദർഭം, ഒരു നിമിഷം കൊണ്ട് ചിലത് നമ്മുടെ വന്ന് തട്ടുകയും നമ്മൾ ഒരു നിമിഷം കൊണ്ട് താഴെ വീഴുകയും ചെയ്യും. Yeah, it happens, right? ചിലപ്പോഴൊക്കെ അത് സംഭവിച്ചിട്ടില്ലേ? But that's the balloon of the world. പക്ഷേ ആ ബലൂൺ ഈ ലോകത്തിൽ പറക്കുന്ന ബലൂണാണ്. We are made of a material that cannot be pricked and closed forever. പക്ഷെ എന്ത് വന്ന് തട്ടിയാലും പൊട്ടിപ്പോകാത്ത ഒരു സാധനം കൊണ്ടാണ് നമ്മളെ കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നത്. Yeah, we are made up of a material that cannot be torn or pricked or broken. കീറിക്കളയുവാനോ കുത്തി പൊട്ടിക്കുവാനോ കഴിയാത്ത ഒരു സാധനം കൊണ്ടാണ് നമ്മളെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. We might feel like it will happen. അത് സംഭവിക്കാം എന്ന് നമുക്ക് ഹൃദയത്തിൽ ഒരു ഭീതി തോന്നുമായിരിക്കാം.
But it is not what is going to happen. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. Devil is like a roaring lion. പിശാച് ഒരു അലർന്ന സിംഹം പോലെയാണ്. Yeah, he is like a roaring lion. Everyone say roaring lion. Roaring lion. അലർന്ന സിംഹം. Yeah, but I want to tell you the good news that he doesn't have teeth. പക്ഷെ ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാം. ആ അലർന്ന സിംഹത്തിന് പല്ലൊന്നുമില്ല. He is a roaring lion without teeth. പല്ലില്ലാത്ത ഒരു അലർന്ന സിംഹമാണ് പിശാച്. He has only voice. ഒരു ശബ്ദം മാത്രമേ പിശാചിനുള്ളൂ. And he has no nails. നഖങ്ങളൊന്നും പിശാചിനില്ല. Everything has been nailed to the cross. ആ നഖങ്ങളെല്ലാം കർത്താവ് ക്രൂശിൽ വെച്ച് തന്നെ ഊരി മാറ്റി. Yeah, so he is like a roaring dumb lion. ഒരു അലറാൻ മാത്രം അറിയാവുന്ന ഒരു സിംഹമാണ് പിശാച്. And most of the time we are hearing his voice and we are getting scared. പലപ്പോഴും ഈ പിശാചിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഒരു ഭീതി തോന്നും. I do hear that voice sometimes. എനിക്ക് ചിലപ്പോഴൊക്കെ ആ ശബ്ദം കേൾക്കാൻ കഴിയാറുണ്ട്. You know, and one of the roarings, shout that he shouts is that it is going to be 6 months. Where is the movement? ഒരു അലർച്ച എന്നോട് ആ പിശാച് ശബ്ദിക്കുന്നത് 6 മാസം കഴിഞ്ഞു, എന്തെങ്കിലും ചലനം ഉണ്ടായോ എന്ന് ചോദിക്കും. So I know that in bits and pieces things are happening. പക്ഷേ എനിക്ക് ഹൃദയത്തിൽ അറിയാം ക്രമേണ ചില കാര്യങ്ങൾ എനിക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. And some of the things I'm seeing a sequence. ചില കാര്യങ്ങളൊക്കെ പതിയെ ഘട്ടം ഘട്ടമായി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. I'm definitely seeing a sequence. ഘട്ടം ഘട്ടമായി പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. Not now, but for these last few years I'm seeing that. ഇപ്പോഴത്തെ കാര്യമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. But definitely, the fact is that unless I know how to handle it, the full-fledged thing will not happen. പക്ഷേ ഈ ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ എനിക്ക് കഴിയുമ്പോൾ, not ജീവിത സാഹചര്യം, what I'm saying is that unless we know how to, so say for example, we have 100 people coming in from next week. ഉദാഹരണത്തിന് അടുത്ത ആഴ്ച തൊട്ട് 100 പേര് നമ്മുടെ സഭയിലേക്ക് വരുമെന്ന് വിചാരിക്കുക. Here in this place 100 people. ഈ സ്ഥലത്ത് 100 പേര്. But please tell me, are we ready for it? പക്ഷെ നിങ്ങൾ തന്നെ പറയൂ, നമുക്ക് ആ 100 പേരെ, I'm not talking about myself, are we as a team ready for it? 100 പേരെ വഹിക്കാൻ നമ്മൾ തയ്യാറാണോ? I'm asking you, are we ready? We are ready emotionally, but we have to do some work as well, right? നമുക്ക് ഹൃദയത്തിൽ അതിന്റെ തയ്യാറെടുപ്പുണ്ട്, പക്ഷെ അതിന്റെ കുറച്ചുകൂടി തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. I don't know how many of you saw my status today, not Kuttu Thanu Bennu song. ഇന്ന് എത്ര പേര് എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. Kuttu Thanu's Bennu song you liked? Huh? Kuttu was shy, but he sang because I was like forcing him. ഞാൻ കുട്ടുവിനെ നിർബന്ധിക്കുകയായിരുന്നു കാണാനായിട്ട്. ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് കുട്ടുവിനെ മക്കളെ എല്ലാം നിർബന്ധിക്കുന്നുണ്ട്. So he obliged and he sang for me. മനസ്സലിങ്ങിട്ട് അത് എന്റെ കൂടെ പാടുവാൻ കുട്ടു നിന്നു. Thanu was always ready like me. താനുവിന് ഭയങ്കര ഉഷാറായിരുന്നു, അത് കൂടെ പാടണമെന്നല്ല ഉഷാറായിരുന്നു. And our sleeping Ben was like, I will do a favor on you. ബെന്നു പറഞ്ഞത് ഞാനൊരു സഹായം ചെയ്തേക്കാം എന്ന് വിചാരിച്ച് എന്റെ കൂടെ പാടിയതാണ്. That day was such a weird day. ആ ദിവസം വളരെ വിചിത്രമായ, വളരെ ഒരു ദിവസം, മോശം ദിവസമായിരുന്നു. Morning I had no plans to get them and do this song. I had no thought only. രാവിലെ ഞാൻ വിചാരിച്ചതേ അല്ല ഈ 3 കുട്ടികളെ എണീപ്പിച്ച് ഈ പാട്ട് പാടിക്കണമെന്ന് വിചാരിച്ചതേ. It was a sudden plan to do the shooting itself. ആ ഷൂട്ടിംഗ് ചെയ്യണമെന്നത് തന്നെ ഒരു ചെറിയ കാലയളവിലുണ്ടായ ഒരു ചിന്തയാണ്. Sudden vacation it was. പെട്ടെന്ന് ഒരു ദിവസം ഒരു വെക്കേഷൻ സമയത്ത് ഉണ്ടായ ഒരു ചിന്തയാണത്. And morning I get up and I say, Ben, get ready, Kuttu, get ready. And I gave him 5 dresses and he doesn't want to wear any of them. രാവിലെ ഞാൻ 5 ഡ്രസ്സ് എടുത്ത് ബെന്നുവിന്റെ കയ്യിൽ കൊടുത്തു, പക്ഷെ ഒരു ഡ്രസ്സ് പോലും ബെന്നു ഇടാൻ സമ്മതിച്ചില്ല. And he will not move. I said, you go and search what you want. He'll not be ready. ഒരു ഡ്രസ്സ് സ്വന്തമായിട്ട് അന്വേഷിച്ച് ഇട്ടോളാൻ പറഞ്ഞപ്പോഴും അവിടെ നിന്ന് അനങ്ങിയത് പോലും ഇല്ല. And he wants me to attend to everything. അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണമെന്ന് അവന് ആഗ്രഹമുണ്ട്. It was an off, but I had to work. അതൊരു ഒഴിവ് ദിവസമായിരുന്നു, പക്ഷെ എനിക്ക് ഫുൾ ടൈം ജോലിയായിരുന്നു. So I finished that work and in between was his drama.
ആ ജോലി ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ തന്നെ മോന്റെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തു. It was a chaos. അതൊരു വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ It was a ആയിരുന്നു. chaos, literally a chaos. അതൊരു താറുമാറായ വളരെ അലങ്കോലപ്പെട്ട ഒരു And ദിവസമായിരുന്നു. then somehow I packed myself and I run to the church. ഞാൻ എല്ലാം ബാഗിൽ എടുത്തു. ഞാൻ തയ്യാറെടുപ്പുകളെല്ലാം എടുത്ത് സഭയിലേക്ക് വന്നു. And I forgot to tell Kripa or Sujit that we are coming. പക്ഷെ ഞാൻ കൃപ അതുപോലെ സുജിത്ത് ബ്രദറിനോട് പറയാൻ മറന്നുപോയി ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ള The previous night also I was working till 11 or 12. കഴിഞ്ഞ ദിവസവും 11-12 മണി വരെ നമ്മൾ ജോലി So ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. nothing was like, everything was like going off from my hand. Like, how you hold water, no? If you hold water in hand, what will happen? കയ്യിൽ വെള്ളം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? Can you store water in your hand? കയ്യിൽ നമുക്ക് വെള്ളം പിടിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. I was literally feeling like that. അതുപോലെ എല്ലാം കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ എനിക്ക് തോന്നി. So I reached there. ഞാൻ അവിടെ എത്തി. So because they were not there, we don't know what is where. ഇവരാരും അവിടെ ഇല്ലായിരുന്നോണ്ട് എന്ത് എവിടെ വെച്ചിരിക്കുന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. So we called Sujit and somehow all the shooting was done with what? Light, I don't know, was not there, I think so. And all the light and sound, light effects, did you see some of the videos? Some light here and there. Everything was phone. ആ ലൈറ്റ് Multiple phones, fan. They used all the gadgets around to do those videos. ആ ഷൂട്ടിങ്ങിന് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തത് മൊബൈൽ ഫോൺ വെച്ചിട്ടായിരുന്നു. Something and all. They just did something. I don't know how, but they said we will manage. എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്കിത് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. They were literally sitting at the feet, one here. It was very funny shoot that day. വളരെ രസകരമായ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അന്നത്തെ And ദിവസം. tensed also. എനിക്ക് വളരെ ഹൃദയത്തിൽ വളരെ പിരിമുറുക്കങ്ങളും ഉണ്ടായിരുന്നു. I didn't have a place to get ready because the office room was closed. ഓഫീസ് റൂം അടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തയ്യാറെടുക്കാനുള്ള സ്ഥലമൊന്നുമില്ലായിരുന്നു. So I got ready in the mirror where all the boys in the church get ready. Pastor's room, outside that there is a door, right? ഇവിടെ സഭയിലെ ആൺകുട്ടികൾ ഒരുങ്ങുന്ന ആ കണ്ണാടിക്ക് മുന്നിൽ നിന്നാണ് ഞാൻ ഒരുങ്ങിയതെല്ലാം. Yeah. So that was like a chaotic shooting. വളരെ അലങ്കോലപ്പെട്ട ഒരു ഷൂട്ടിംഗ് എന്ന് തന്നെ പറയാമത്. But I guess this is one video which has gone out without any sharing or anything. One video that has gone out without any sharing or anything. ഒരു ഷെയറിംഗും ഇല്ല, ആരും ഷെയർ ചെയ്യാതെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു വീഡിയോ ആണ്. Not വളരെ പക്ഷേ അത്യാവശ്യം. What I'm saying is that sometimes our life is like this, a chaos. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം വളരെ താറുമാറായ സാഹചര്യത്തിലൂടെ കടന്നു And it feels like everything is flowing out of your hand. നമ്മുടെ കയ്യിൽ നിന്നും എല്ലാം വഴുതി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. But there is a moment we just come back and say, God, in this chaos, I choose to praise you. നാം കർത്താവിലേക്ക് തിരിച്ചു വന്നിട്ട് നാം എങ്കിലും പറയും, കർത്താവേ, ഇതിനെല്ലാം മധ്യേ ഞാൻ അങ്ങയെ സ്തുതിക്കുവാൻ It is ആഗ്രഹിക്കുന്നു. very difficult to do that. അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ. But God, that is what God is training us to do. പക്ഷെ കർത്താവ് അതിനു വേണ്ടിയാണ് നമ്മളെ ദിനംപ്രതി In this chaos, I choose to praise you. ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ കർത്താവിനെ സ്തുതിക്കുവാൻ In ആഗ്രഹിക്കുന്നു. this place where I do not know a solution, I praise you. ഈ ജീവിതത്തിൽ എന്താണ് മുമ്പേ ഉള്ളതെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ കർത്താവിനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നു. No, so today I want you to do that. I urge you to do that. In this chaos, can you start praising God? ഏത് സാഹചര്യങ്ങളും കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. In this situation, I don't know your situations. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. How many of you were there for the second service when Ebi brother was preaching? എബി ബ്രദർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര പേർ It ചർച്ചിലുണ്ട്? was very motivating to me. അത് വളരെ പ്രചോദനകരമായ ഒരു And പ്രസംഗമായിരുന്നു. I'm sure to Ramya also. Isn't it? And to everyone. But why I'm saying Ramya? Because, sometimes we don't know what we have to do with what we have been given. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. How do we manage this? We don't know. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് But അറിയില്ലായിരിക്കും. that is the moment of utter surrender. Say, God, you have given it and you will do it. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുന്നത്. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകി, ഇനി അങ്ങ് തന്നെ അടിയങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്താട്ടെ. In James chapter 1, 2-4, can someone read that to me?
Okay, in English, one of the versions, Message Bible, it says, consider it sheer gift, friends, when tests and challenges come at you from all sides. Okay? ഒന്നുകൂടെ മലയാളത്തിൽ വായിക്കൂ. What does it say? So he's saying, James is saying that when you are, challenged from all sides, can you consider it as joy? ഇവിടെ യാക്കോബ് പറയുന്നു, നിങ്ങൾ പല പരീക്ഷകളാലും ചുറ്റപ്പെടുമ്പോഴും അതൊരു സന്തോഷമാണ്, ജീവിതത്തിൽ സന്തോഷമാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? Remember what brother said today. When something like that happens to you, can you smile back at it? ഇന്ന് ബ്രദർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുമ്പോൾ നമുക്ക് തിരിച്ച് അതിനെ നോക്കി ചിരിക്കുവാൻ സാധിക്കുമോ? Something that pastor always says is that pastor will always say, when I will be worried about some things, he will tell me, I am not going to be worried about it. I'm going to laugh at that situation. പാസ്റ്റർ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചില കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിചാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇനി വിചാരപ്പെടില്ല, ഞാൻ അതിനെ നോക്കി ചിരിക്കണം എന്ന് പറയും. And what he says is, I'm not going to sit and pray for this. അദ്ദേഹം എന്നോട് പറയും, ഞാൻ ഇതിനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല. I will not pray for this. അദ്ദേഹം പറയും, ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കില്ല, I'm going to laugh at this. ഞാൻ അതിനെ നോക്കി ചിരിക്കാനേ പോകുന്നുള്ളൂ. Because he knows that when he laughs and when he will not take it as a worry, devil will fail in his plan. കാരണം അദ്ദേഹത്തിന് അറിയാം, നാം അതിനെക്കുറിച്ച് വിചാരപ്പെടാതെ അതിനെ ചിരിച്ചു കളയുകയാണെങ്കിൽ പിശാചിന് പിന്നെ അതിനെ കൊണ്ട് നമ്മളെ ഭീതിപ്പെടുത്താൻ കഴിയില്ല. Because why is he coming with all that to you? എന്തുകൊണ്ടാണ് പിശാച് ഇതെല്ലാം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത്? He has only one desire, to pluck you off your faith and the future plans that God have for you. നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളിൽ നിന്നും നിങ്ങളെ വേർപെടുത്താനാണ് പിശാച് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. Only God knows the mighty man of God or mighty woman of God that you're going to become. കർത്താവിന് മാത്രമേ അറിയാവൂ നിങ്ങളൊരു കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ കർത്താവിന്റെ മകളാകുവാൻ യോഗ്യത ഉള്ളവരാണെന്ന് അറിയുകയുള്ളൂ. Like Shine Pastor said, devil is getting scared of your future. ഷൈൻ പാസ്റ്റർ പറഞ്ഞതുപോലെ പിശാചിന് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭീതിയുണ്ട്. He is scared of you. പിശാചിന് നിങ്ങളെ ഭയമാണ്. Prince, devil is scared of you. പിശാചിന് നിന്നെ ഭയമാണ്. Yeah, now it registered, no? Devil is scared of you. പിശാചിന് നിങ്ങളെ ഭയമാണ്. Yeah, I'm talking to Prince. പ്രിൻസിനെ നോക്കി പിശാച് പറയുന്നു, പിശാചിന് നിന്നെ ഭയമാണ്. Yeah, you might sit like this and do this, but devil is scared of you. Yeah, പിശാചിന് നിങ്ങളെ ഭയമാണ്. Can you believe that? നിങ്ങൾക്കത് വിശ്വസിക്കാമോ? Devil is scared of you, and that's why you're facing what you're facing. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നതെല്ലാം പിശാചിന് നിങ്ങളെ ഭയമായതുകൊണ്ടാണ്. Sometimes you yourself have a question, do I really have faith? ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും, എനിക്ക് ശരിക്കും വിശ്വാസം ഉണ്ടോ? I'm not praying for hours. ഞാൻ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നില്ല. I don't feel like many people feel in the body, mind or whatever. പലരും ശരീരത്തിലും മനസ്സിലും ഒക്കെ അനുഭവിക്കുന്ന സാന്നിധ്യം ചിലപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. I doubt if I'm one of them. ഞാൻ ഇനി അവരുടെ കൂടെയുള്ള ഒരാളാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നും. All kind of thoughts come. Yes, പല വിചാരങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ വരും. You don't feel like a part of the crowd. ഈ ഒരു കൂട്ടത്തിലൊരു ഭാഗമാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം. But I tell you, God has molded you that way for a purpose. പക്ഷേ കർത്താവ് നിങ്ങളെ അങ്ങനെ ഒരു രീതിയിൽ വാർത്തിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ്. There was a session that happened here a few years ago, the Bible class. ചില വർഷങ്ങൾക്ക് മുന്നേ ഒരു ബൈബിൾ ക്ലാസ് ഞാൻ പങ്കെടുക്കുവാൻ ഇടയായി. And there we had an assessment. അവിടെ ഞങ്ങൾക്ക് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. And in that assessment we got an understanding of the different characters that we are. ആ പരീക്ഷയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു പരീക്ഷയായിരുന്നു. I don't exactly remember which character was it. Melancholy, I think so. Melancholy.
Melancholy. The name of the character was Melancholy. ആ ഒരു കഥാപാത്രത്തിന്റെ കഥാപാത്രമല്ല, വ്യക്തിത്വത്തിന്റെ. ആ ഒരു വ്യക്തിത്വത്തിന്റെ പേര് മെലങ്കളി. And one thing about melancholic, people was, melancholy people are able to sell. So the example that they gave was, whoever is a melancholy, they can go and sell a fridge to an Eskimo. ഒരു എസ്കിമോയ്ക്ക് ഫ്രിഡ്ജ് വിൽപ്പന ചെയ്യുവാൻ കഴിയുന്ന ഒരാളാണ് മെലങ്കളി. You know what I mean is, who is an Eskimo? എസ്കിമോ ആരാന്ന് Eskimo അറിയില്ല? Okay, how many of you know of Antarctica? Antarctica continent. അന്റാർട്ടിക്കയെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? Yeah, where is it? അതെവിടെയാണ്? It's on the North Pole, South Pole. One of the poles it is, right? അത് ധ്രുവങ്ങളിലാണ് അന്റാർട്ടിക്ക. And it is very cold. അവിടെ വളരെ തണുപ്പാണ്. And you have seen the houses there? അവരുടെ വീടുകൾ കണ്ടിട്ടുണ്ടോ? It's like a semicircle. അതൊരു അർദ്ധവൃത്താകൃതിയിലാണ്. Who needs a fridge in a place which is very cold? അവര് ചുറ്റും ഐസ് കൊണ്ട് മൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രിഡ്ജിന്റെ ആവശ്യകത ഉണ്ടോ? But this kind of a character will be able to sell a fridge to an Eskimo. പക്ഷേ ഈ മെലങ്കളി സ്വഭാവമുള്ളവര് ഈ ഫ്രിഡ്ജ് ഒരു എസ്കിമോയ്ക്ക് വിൽക്കുവാൻ അവർക്ക് കഴിവുണ്ടായിരിക്കും. And Pastor and I laughed. You know why? പാസ്റ്റർ ഞാനും ചിരിക്കാൻ തുടങ്ങി. Why? Guess why? എന്തുകൊണ്ടായിരിക്കും? Pastor is a melancholy. പാസ്റ്റർ അതുപോലെയുള്ള ഒരു സ്വഭാവക്കാരനാണ്. Melancholy. മെലങ്കളി. That's his character. അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. He can sell a fridge to an Eskimo. അദ്ദേഹത്തിന് ഒരു ഫ്രിഡ്ജ് എസ്കിമോയ്ക്ക് വിൽക്കാൻ കഴിയും. A very sharp businessman he is. അദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു ബിസിനസ്മാനാണ്. And he knows how to roll money. He knows how to do all that. സാമ്പത്തിക വരുമാനങ്ങൾ ക്രമീകരിക്കുവാനും അതെല്ലാം ചെയ്യുവാൻ അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ട്. And sometimes Amma and I say, when there is a chaos, അമ്മയും ഞാനും പറയും ചില എപ്പോഴാണോ മോശമായ some സാഹചര്യങ്ങൾ chaos would be there. He will be quiet and he will sleep. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അദ്ദേഹം വളരെ ശാന്തനായിരിക്കും. അദ്ദേഹം സുഖമായി ഉറങ്ങുകയും ചെയ്യും. Amma and I might panic, but he will sleep over it. അമ്മയും ഞാനും വളരെ വിഷമത്തിലായിരിക്കും, പക്ഷെ അദ്ദേഹം വളരെ ശാന്തമായി ഉറങ്ങിക്കോളും. So we are like, why are you delaying? Why are you delaying? ഞങ്ങൾ വളരെ തിടുക്കം കൂട്ടും. നിങ്ങൾ എന്താണ് ഇങ്ങനെ താമസിക്കുന്നത്? നിങ്ങൾ എന്താണ് So ഉറങ്ങുന്നത്? we'll call it തണുത്ത മട്ട്. ഞാൻ എപ്പോഴും പറയും തണുത്ത മട്ടാണ്. But the thing is, God has created him that way. പക്ഷേ ശരിക്കുള്ള കാര്യം കർത്താവ് അദ്ദേഹത്തെ അങ്ങനെ ഒരു രീതിയിൽ ക്രമപ്പെടുത്തി വാർത്തെടുത്തിട്ടുണ്ട്. I am somebody who would react immediately. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഉടനെ തന്നെ പ്രതികരിക്കും. I need things to happen quick. എന്റെ ഹൃദയത്തിൽ ഇത് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം എന്നാണ്. Sometimes Kuttu and I, he will say, അമ്മയ്ക്ക് ധൃതിയാണ്. കുട്ടി ചിലപ്പോൾ എന്നോട് പറയും അമ്മയ്ക്ക് എപ്പോഴും ധൃതിയാണ്. Yeah, but pastor is just the opposite. പക്ഷേ പാസ്റ്റർ നേരെ തിരിച്ചാണ്. So God has created both of us in a different way. കർത്താവ് നമ്മളെ രണ്ടുപേരെയും ഓരോ രീതിയിലായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത്. Some places we need to be quick. ചില സ്ഥലങ്ങളിൽ നമ്മൾ തിടുക്കം കാണിക്കണം. So my habit of being quick sometimes might just be helpful in that situation. എൻ്റെ ഈ തിടുക്കം കാണിക്കുന്ന സ്വഭാവം ചിലപ്പോൾ ആ സാഹചര്യങ്ങൾ വളരെ ഉപയോഗപ്രദമായിരിക്കാം. And on the other hand, sometimes it is good to be slow. പക്ഷേ മറ്റു ചില സാഹചര്യങ്ങൾ വളരെ പതുക്കെ പ്രതികരിക്കുന്നതാണ് നല്ലത്. Yeah, so God has created us the way we are. കർത്താവ് നമ്മളെ ഒരു പ്രത്യേക പദ്ധതിയോടെയാണ് നമ്മളെ ഇങ്ങനെ ഓരോ സ്വഭാവത്തോടെ നിർമ്മിച്ചിരിക്കുന്നത്. I remember at some point one of the doctors came to church. ഒരിക്കൽ ഒരു ഡോക്ടർ സഭയിലേക്ക് കടന്നു വരാനിടയായി. And she felt very happy. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. She felt happy after coming to the church. ഈ സഭയിലേക്ക് കടന്നു വന്നതിന് ശേഷം അവർക്ക് വളരെ സന്തോഷമുണ്ടായി. And I specifically remember her coming and telling me, എനിക്ക് ഓർമ്മയുണ്ട് ആ വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു that I really liked the church and the people. എനിക്ക് ഈ സഭയും ഇവിടുത്തെ ആളുകളെയും വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. And she came and told me, a girl called Ramya came and spoke to me. അവരെന്നോട് പറഞ്ഞു ഒരു രമ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എന്നോട് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു. She remembered Ramya. അവർക്ക് രമ്യയെ വളരെ നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. So she has this habit of maybe going out and talking to people. രമ്യയ്ക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് പോയി സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. But maybe Joshua is quiet. പക്ഷെ ജോഷുവ ഇത്തിരി മിണ്ടാതിരിക്കുന്ന. But I always hear, where is Shimeon?
ശിമയോൻ. Where is Shimeon? Ah, okay. Let him come back. Anyway, Shimeon comes back, always tells that when he came to the church first, Shimeon spoke to Joshua and that was a blessing for him. ശിമയോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സഭയിലോട്ട് ആദ്യമായി കടന്നു വരുമ്പോൾ ജോഷുവ എന്നോട് സംസാരിച്ചു, അതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. But Joshua is a quiet person. പക്ഷെ ജോഷുവ ഒരു അധികം സംസാരിക്കാത്ത വ്യക്തിയാണ്. Everybody has a different character, but there is a purpose behind the character. ഓരോ വ്യക്തികൾക്കും ഓരോ സ്വഭാവമാണ്, പക്ഷെ ഓരോ സ്വഭാവത്തിനും അതിൻ്റെതായ ഒരു പദ്ധതി കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട്. God has molded us in a particular way for some things that are going to happen in future. കർത്താവ് നമ്മെ ഓരോ രീതിയിലും ഓരോ വ്യക്തിയെയും വാർത്തെടുത്തിട്ടുണ്ട്. കാരണം ഓരോ സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഭാവിയിലെ ഓരോ പ്രതികൂലങ്ങൾക്ക് വേണ്ടി നമ്മെ നിർമ്മിച്ചിട്ടുണ്ട്. For 23 years that I'll start, in August I'll finish 23 years of work, as in I have been working. 23 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. Yeah. And in the first few years, I was flying around all the places, jumping from one job to another to get better salary. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിക്കൊണ്ടിരുന്നു, കുറച്ചുകൂടെ നല്ല സാമ്പത്തിക വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി. And I was very innocent and naive. ഞാൻ വളരെ നിഷ്കളങ്കമായ വളരെ ചുറുചുറുക്കുള്ള ഒരു ജോലി ചെയ്യുന്ന ആളായിരുന്നു. Not very smart at work, but I was happy all the time. ഞാൻ വളരെ വിദഗ്ധനല്ല, പക്ഷെ ഞാൻ എപ്പോഴും എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കും. So everybody will say, I remember that smile. എല്ലാവരും എന്നോട് പറയും, ഞാൻ പണ്ടത്തെ ആ ചിരി ഇപ്പോഴും ഓർക്കുന്നു എന്ന് പറയും. Yeah, and so how it would be like first few years, or I would say at least 10-15 years, if I go to the floor, the office. ഒരു ആദ്യത്തെ ഒരു 10-15 വർഷം ഞാൻ എപ്പോഴാണ് ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നത്, so there would be like 100-200 people on the same floor. അവിടെ ഒരു 100-200 ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാകും. So I will start from this corner, from the security guard, ആ സെക്യൂരിറ്റി ഗാർഡ് തൊട്ട് the last person, ഈ നിരയിൽ അവസാനം ഇരിക്കുന്ന ആള് വരെയും I will talk to everyone and everyone is my friend. ഞാൻ എല്ലാവരോടും സംസാരിക്കും, അവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാകുകയും ചെയ്യും. Very cheerful, very friendly. വളരെ ചുറുചുറുക്കുള്ള വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. My role needed me to be like that at that point also. Everybody knew me that way. എല്ലാവരും എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു സ്വഭാവമുള്ള വ്യക്തിയെന്നാണ്. And that was a need of the hour also. Maybe it was required then, maybe. ആ സമയത്ത് അങ്ങനെ ഒരു സ്വഭാവം ആവശ്യമായിരുന്നു. But last 4-5 years, I suddenly saw a shift in my behavior. പക്ഷേ അവസാനത്തെ 4-5 വർഷം എൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം കാണുവാൻ കഴിഞ്ഞു. I am this person who I used to talk to everyone. ഞാൻ എല്ലാവരോടും പോയി സംസാരിക്കുമായിരുന്നു. You have a cultural event, I am there. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കലാപരിപാടി ഉണ്ടോ, ഞാൻ അവിടെ ഉണ്ടാകും. Yeah, you have a fashion show also, I am there. എവിടെയെങ്കിലും ഫാഷൻ ഷോ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ Pastor and all will come for annual functions, so we have decent fashion shows. നമുക്ക് വളരെ നല്ല ഫാഷൻ ഷോസ് ഉണ്ട്. Decent ആണ്. But so we will have all kind of activities. I'm there for everything. അവരുടെ എല്ലാ കലാപരിപാടികൾക്കും കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. But suddenly I saw a shift in my behavior. പക്ഷെ എൻ്റെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. Yeah, somewhere I felt that I'm not able to talk much like I used to. എനിക്ക് മനസ്സിലായി, പണ്ട് ഞാൻ സംസാരിച്ചിരുന്നത് പോലെ അത്രയും സംസാരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. You guys might see one side of it, but it is not how it is in the office. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ഓഫീസിൽ അങ്ങനെയല്ല. I sobered down. എനിക്ക് ആ സംസാരം ഞാൻ കുറച്ചു. Not purposefully, but it just started happening. അത് മനഃപൂർവ്വമായിരുന്നില്ല, പക്ഷേ എൻ്റെ സംസാരം കുറഞ്ഞു വന്നു. But I was not aware that my next role was into the leadership. എനിക്ക് അറിയില്ലായിരുന്നു ഞാനൊരു നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്നു എന്ന് എനിക്ക് I had അറിയില്ലായിരുന്നു. no clue. എനിക്ക് ഒരു വിചാരവും അതിനെപ്പറ്റി Because ഇല്ലായിരുന്നു. in my mind I have no qualification for that. എൻ്റെ മനസ്സിൽ അതിനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. But even before that, God started molding me for a position of leadership. പക്ഷെ അതിനു മുമ്പ് തന്നെ കർത്താവ് ആ നേതൃത്വത്തിലേക്ക് വരുവാൻ വേണ്ടി എന്നെ വാർത്തെടുക്കുകയായിരുന്നു. I'm still feeling that the actual place has not come yet.
എനിക്കിപ്പോഴും മനസ്സിൽ തോന്നുന്നുണ്ട് ആ ശരിക്കുള്ള എൻ്റെ സ്ഥാനം ഇതുവരെ ഞാൻ എത്തിയിട്ടില്ല എന്ന്. Through lot of pushing, sometimes it is very difficult, but I know God is molding for something. ചിലപ്പോഴൊക്കെ അത് വളരെ പ്രയാസമുള്ളതാണ്, പക്ഷേ കർത്താവ് എന്നെ അതിനു വേണ്ടി മെനഞ്ഞെടുക്കുന്നുണ്ട്. You know, sometimes I see that, how would I put it? I see my leaders and my husband. ചിലപ്പോഴൊക്കെ എനിക്ക് നേതൃത്വം നൽകിയ ആൾക്കാരിൽ എൻ്റെ നേതാക്കളെ ഞാൻ നോക്കും, അതുപോലെ എൻ്റെ ഭർത്താവിനെയും ഞാൻ നോക്കും. My manager and my husband. എൻ്റെ മാനേജറും എൻ്റെ ഭർത്താവും. So they don't react immediately. അവര് പെട്ടെന്ന് ഒരു കാര്യത്തിനെ കുറിച്ച് പ്രതികരിക്കില്ല. They sit on it. അവരതിനെപ്പറ്റി ചിന്തിക്കും. If somebody does something wrong, they will keep quiet. എന്തെങ്കിലും തെറ്റായിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മിണ്ടാതെ ഇരിക്കും. They don't explain themselves. അവര് സ്വന്തം കാര്യം ഇങ്ങനെ അവരോട് കൂടുതലായി സംസാരിക്കും. They don't explain. Like if there is a problem, they don't explain it much. ഒരു പ്രശ്നത്തെ കുറിച്ച് വിവരിക്കുവാൻ അവർ നിൽക്കില്ല. They see where it is to be done and where it is not to be done. അവർ നോക്കുന്നത് എന്തെവിടെ ചെയ്യാൻ കഴിയും, എന്തെവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കും. Yeah, and sometimes they might just say one word that is more than enough to solve that. ചിലപ്പോൾ അവർ ഒരു വാക്ക് പറയും, അത് ആ പ്രശ്നത്തെ പൂർണ്ണമായും പരിഹരിക്കുവാൻ സഹായിക്കും. Sometimes I think all of you have some or other experience with pastor. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു അനുഭവം പാസ്റ്ററോട് ഇങ്ങനെ How many of you have that experience? Where you got it? Danya raising hand. You also got it. ഇവിടെ കിട്ടിയിട്ടില്ല? പാസ്റ്റർ ഒന്നും കിട്ടിയിട്ടില്ല? So it would be one word. Sujit also says, Jinu brother പിന്നെ എപ്പോഴും കിട്ടും. But you know that he'll say one word or one sentence and it is over, right? പക്ഷെ പാസ്റ്റർ പറയുന്ന ആ ഒരു വാക്കില് അത് അവസാനിക്കും, പിന്നെ he will not give an explanation to that. പക്ഷെ അതിനെക്കുറിച്ച് ഒരു വിവരണം പോലും അദ്ദേഹം നൽകില്ല. You just obey it. നിങ്ങൾ അത് അനുസരിച്ചേ മതിയോ? Sometimes we like there is no logic to it. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇതിലൊരു കാര്യവുമില്ല എന്ന് തോന്നും. ലോജിക് ഇല്ല, അതിനകത്ത് ഒരു എന്താ പറയണ്ടേ, ബന്ധമില്ല. Or sometimes we like, why is he saying this? എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. Sometimes we might feel hurt. ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നും. Sometimes we might also feel angry. ചിലപ്പോഴൊക്കെ നമുക്ക് ദേഷ്യവും തോന്നും. But God has created him that way. പക്ഷേ കർത്താവ് ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തെ മെനഞ്ഞിരിക്കുന്നത്. God has chosen him to be a leader. കർത്താവ് അദ്ദേഹത്തെ ഒരു നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. See, you sit there, you stand outside the class. അവിടെ നിൽക്കുക. Call him. വിളിച്ചോ. അല്ല കുഴപ്പമില്ല, വിളിച്ചോ, ഞാൻ പിന്നെ കൊടുക്കാം. യാ, വരാൻ പറ. Yeah, so what I'm saying is that അവിടെ ഇരിക്കും, നീ പറയില്ല, ഇവിടെ ലേഡീസിന്റെ സൈഡിൽ ഇരുന്നാൽ മതി. ഇവിടെ വന്നിരിക്കും, ഇവിടെ. Yeah. So what I'm saying is that, what was I saying? Yeah, God has chosen him to be like that. What? He's chosen him to be a leader. Now see, this is the thing. I told Shimyon not to go out when he is here. Now he knows that Raj Chichi will scold, but it is okay, she will be okay. But if it is pastor, what will he do? Avadu nanenguvilla. Alle? Exactly like that, my Kuttu, Bennu. Tanu is still okay, she will obey me. Kuttu and Bennu will, when I put him to bed, go take them to sleep, no, I'll say, please sleep. They will be all over my head, my tummy. I am like, they'll make me a chammandi. Okay? And pastor will say, Madi, and then there is no anakam. കുട്ടും ബെന്നും ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ മുകളിൽ കുത്തി മറിഞ്ഞ് വളരെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ പാസ്റ്റർ മതി എന്ന് പറഞ്ഞൊരു വാക്ക് പറയുമ്പോൾ അത് അപ്പോഴും നിൽക്കും. 9:30 to 11:30. 9:30 തൊട്ട് 11 മണി വരെ ഇത് തുടരും. These boys just make me go crazy. ഈ ആൺകുട്ടികൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാറുണ്ട്. But I'll tell you, so when I'm saying he is called to be a leader, if he is not strict, he will not be able to manage this crowd. പാസ്റ്റർ ഒരിക്കലും ഈ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ആ നേതൃത്വത്തിൽ ഇരിക്കാൻ കഴിയുകയില്ല. Yeah, will you guys obey if he is not like this? പാസ്റ്റർ ഇങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ പാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമോ? But when he is very rude
I am also there to hold you and hug you. പാസ്റ്റർ ഇങ്ങനെ നിങ്ങളോട് പരുഷമായി സംസാരിക്കുമ്പോഴും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞാനും ഉടനെ ഉണ്ടാവാറുണ്ട്. Undo. Huh? So on one side you get scolded, but the other side I do try to cover it. Yes, no? ഒരു വശത്ത് നിങ്ങൾക്ക് വഴക്ക് കിട്ടുമ്പോഴും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞാൻ മറുവശത്ത് ഇരിക്കാറുണ്ട്. God created both of us differently for a purpose. കർത്താവ് നമ്മളെ രണ്ടുപേരെയും ഓരോ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. Yeah, it's like 5 fingers. അത് 5 വിരലുകൾ പോലെയാണ് ഒരു All different shapes and sizes. അത് വ്യത്യസ്തമായ ആകൃതിയിലും വ്യത്യസ്തമായ നീളത്തിലുമാണ് But സൃഷ്ടിച്ചിരിക്കുന്നത്. to take something or hold something, it has to be like this. പക്ഷെ എന്തെങ്കിലും കയ്യിൽ എടുക്കണമെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ 5 വിരലുകൾ നമുക്ക് വേണം. If all the 5 fingers are the same length, what will happen? ഈ 5 വിരലും ഒരേ നീളത്തിനിരുന്നാൽ എന്ത് സംഭവിക്കും? We cannot hold things. നമുക്കൊന്നും കയ്യിലെടുക്കാൻ സാധിക്കില്ല. So God has created you the way you are. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ഇപ്പോൾ ആയിരിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. And some of the unexpected things have happened in your life because He is planning for something which you have not seen yet. ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഭാവിയിലുള്ള എന്തിനോ വേണ്ടി കർത്താവ് നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. Yeah, let me take an example of Kriba. Kriba, how many years that you are here in this church? 4 years, right? In these 4 years, what have you learned? What did you learn? The spiritual side. I'm talking about the other side of the world. You did learn some skills, editing, and lot of other things, right? Were you doing camera and all that before that? Sujit, sound okke cheyidittundo? Did you learn it here? Yeah, and there is a plan that waits ahead of you, right? My brother, Anish brother, you're an engineer, right? Yeah? Now you're using your skills for somewhere. You've not started also. Beside that is our brother, Saji brother. How are you? He's a civil engineer. Yes. And he has learned his skills, and we know that tomorrow God has great plans, and it is going to be used for that, the kingdom of God. All these skills. And I know, I've been working for these years, right? So I have been in the transport department. So what does a transport department do? ഈ ഗതാഗത വകുപ്പിൽ എന്താണ് ചെയ്യുന്നത്? What do they do? അവരെന്താണ് ചെയ്യുന്നത്? We have thousands of employees. We need to send cabs to each route. അവർക്ക് ആയിരക്കണക്കിന് ജോലിക്കാരുണ്ട്. ഓരോ ജോലിക്കാർക്കും വാഹനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. So there are multiple systems that they have to follow to plan this. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. So if I send Sneha to a particular route, I need to ensure that the driver is taking her to the right place, the GPS system is connected, everything is in place till the time she is reached there. Everything has to be in the system. ഇപ്പോൾ സ്നേഹയെ ഞാൻ ഒരു റൂട്ടിലോട്ട് ഒരു വാഹനവും കൊടുത്ത് അയക്കുവാണെങ്കിൽ അവർ കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടോ, GPS കണക്ഷൻ എല്ലാം വർക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കേണ്ട ജോലി എനിക്കുണ്ട്. 100 employees have to leave at 8:30. I need to have at least 50 cabs. I need to plan that. 100 ജോലിക്കാർ ഒരു 8:30 പുറപ്പെടും. അപ്പോൾ ഞാൻ 50 വാഹനമെങ്കിലും എനിക്ക് ആ സമയത്ത് You വേണം. need to plan that. 50 വാഹനങ്ങളെ പറ്റിയുള്ള പദ്ധതി എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നോക്കണം. This much cost is involved. അത്രയും പൈസ അതിന് ആവശ്യമുണ്ട്. So this is one kind of job that I did. ഇതായിരുന്നു ഞാൻ ചെയ്തിരുന്ന ഒരു ജോലി. Then another job was every employee who joins a company, there is a background verification that happens. വേറൊരു ജോലി ഞാൻ ചെയ്തിരുന്നത് കമ്പനിയിൽ വരുന്ന ഓരോ ജോലിക്കാരനും ആ ജോലിക്കാരന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിക്കേണ്ട. So if I take Sujit as one of my employees, സുജിത്തിനെ ഞാൻ എൻ്റെ ജോലിക്കാരനായി എടുക്കുകയാണെങ്കിൽ, so I will go and get a background check done. Where did he study? Which college, which school, what was the percentage of marks he got? Does he have a criminal background or not? Okay, which all companies he went? Does he have genuine certificate or not? സുജിത്തിനെ ഞാൻ ജോലിക്കായി എടുക്കുകയാണെങ്കിൽ സുജിത്തിന്റെ എവിടെയാണ് പഠിച്ചത്, എന്തെങ്കിലും ക്രിമിനൽ പോലീസ് കേസുകളുണ്ടോ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ ഞാൻ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. Whether his certificates are genuine or not, സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയായിട്ടുള്ളതാണോ എന്ന് നോക്കേണ്ടതുണ്ട്. whether his address that is given is correct or not, everything end to end we will check, and only then we will take him on the job.
അത് നൽകിയ അഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കും. എല്ലാം നിരീക്ഷിച്ചിട്ട് മാത്രമേ നമ്മൾ ജോലി കൊടുക്കുകയുള്ളൂ. Yeah. Now, another kind of a job that we'll need to do is, okay, all of you know that we are going into a different kind of an environment altogether when AI is going to be used mostly. വേറൊരു ജോലി ഞാൻ ചെയ്യുന്നത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള ജോലി ചെയ്യേണ്ടി വരും. How many of you know how to use ChatGPT? ChatGPT ഉപയോഗിക്കാൻ എത്ര പേർക്കറിയാം? Yeah, and ChatGPT, there are multiple versions. ChatGPTക്ക് ഒരുപാട് വേർഷൻസ് ഉണ്ട്. So you make a presentation, you do calculation, everything ChatGPT can do. നമുക്ക് പവർ പ്രസന്റേഷൻസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ChatGPT വഴി ചെയ്യാൻ കഴിയും. But there are so many people who don't know it. പക്ഷെ അത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. The basic ChatGPT, I'm not talking about that. ബേസിക് ChatGPTയെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. There will be thousands and thousands and thousands of lines that need to be read and analyzed. ആയിരക്കണക്കിന് വരികളും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. Tomorrow the technology required is this. നാളെ നമുക്ക് വേണ്ടി വരുന്ന ടെക്നോളജി ഇതാണ്. So we have 5,000 people. 5000 ആളുകളുണ്ട്. And we need to ensure that all these 5,000 people are ready in another 3 years. അടുത്ത 3 വർഷം ഈ 5000 ആളുകൾ ജോലിക്കായി തയ്യാറാണോ എന്ന് നമ്മൾ അന്വേഷിക്കും. The current employees should be ready in 3 years. ഇപ്പോഴത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ 3 വർഷം കൊണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യുവാൻ വിദഗ്ധരാണോ എന്ന് പരിശോധിക്കണം. So we need to think. അത്രയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. How to do it? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? How much should I do? How much should I spend? So all these kind of things. എത്രത്തോളം ഞാൻ ചെയ്യണം, എത്രത്തോളം ഇതിനുവേണ്ടി ചെലവഴിക്കണം, എല്ലാം ഞാൻ ചിന്തിക്കേണ്ടത്. You need to think about it. എല്ലാത്തിനെ കുറിച്ചും ഞാൻ എപ്പോഴും ചിന്തിക്കണം. So coming back, why am I saying about all these jobs? ഞാൻ ഈ ജോലികളെ പറ്റി എല്ലാം എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്? Because I feel God is preparing me to be a CEO of a company. കാരണം കർത്താവ് എന്നോട് പറയുന്നു, ഒരു കമ്പനിയുടെ CEO ആയിരിക്കാൻ കർത്താവിനെ പരിശീലിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. I have a desire in my heart. എന്റെ ഹൃദയത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. I don't know how it is going to come true. അത് സത്യമാകുമോ എന്ന് എനിക്ക് അറിയില്ല. I know 100% that greater layoffs are going to happen. എനിക്ക് 100% വിശ്വാസമുണ്ട് ഒരു ഉയർന്ന തലത്തിലേക്ക് layoffs. ഒത്തിരി പേരുടെ ജോലി പോകാൻ പോണു. ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്നു. IT companies or other companies, lot of people are going to lose their jobs. IT കമ്പനികളിലും മറ്റു കമ്പനികളിൽ നിന്നും എല്ലാം ഒരുപാട് പേർ ജോലി നഷ്ടപ്പെട്ട് പോവാൻ പോകുന്നു. And it is my desire that KFM has a place which will give jobs to thousands and thousands and thousands of people. എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, KFMൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി ലഭ്യമാക്കാനുള്ള ഒരു തലത്തിലേക്ക് ഉയർത്താൻ. And the desire is that it would be a place when everybody would be lost. They will come to us. They will hear that, okay, there is a place called KFM where you will get a way to live. സകലവും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരെ KFMനെ കുറിച്ച് കേട്ടിട്ട് ഈ ജീവിതം വീണ്ടും ക്രമപ്പെടുത്തുവാൻ ഈ KFMലൂടെ സാധിക്കുമെന്ന് കേട്ട് അവർ വരും. Yeah, so we are getting ready for future. നാം ഭാവിക്ക് വേണ്ടി പരിശീലിപ്പിക്കപ്പെടുകയാണ്. Anish brother is getting ready to, Anish brother, Sujit Kriba are all getting ready to manage thousands of people, the media. ആയിരക്കണക്കിന് ആൾക്കാരെ മീഡിയയെയും നിയന്ത്രിക്കുവാൻ വേണ്ടി അനീഷ് ബ്രദറിനെയും സുജിത്തിനെയും കർത്താവ് പരിശീലിപ്പിക്കും. We have one contract, he is going to manage so many people. He needs to be like that. Everybody says Jinu brother scolds, Jinu brother scolds. എല്ലാവരും പറയാറുണ്ട് ജിനു ബ്രദർ വഴക്ക് പറയുന്നു എന്ന്. And some people are scared of him. ചിലർക്കൊക്കെ ജിനു ബ്രദറിനെ പേടിയാണ്. But God created him like that, otherwise you guys will not obey. കർത്താവ് അദ്ദേഹത്തെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ആരും അല്ലെങ്കിൽ അനുസരിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. Yeah, our silent man sitting there. മിണ്ടാതെ ഒരു വ്യക്തി. I believe that God is going to make you a leader. എനിക്ക് വിശ്വാസമുണ്ട് കർത്താവ് നിന്നെ ഒരു നേതൃത്വത്തിലേക്ക് കടത്തി. Vijesh brother, Sharanya, you guys are going to coordinate lot of events that you are not even thinking of. ഒരുപാട് കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. No, Shimeon, he is getting scolded, punished so many times. ശിമയോൻ ഒരുപാട് തവണ വഴക്ക് പറയും ഒക്കെ ചെയ്യുന്നു. God is getting you ready to handle boys like you. You will know what pastor and I feel in the coming years. കർത്താവ് നിന്നെ പോലെയുള്ള വ്യക്തികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ്. You would know how to handle them the way we handle you.
അവരെ എല്ലാം കൈകാര്യം ചെയ്യുവാൻ നീ പ്രാപ്തനാകും. അപ്പോൾ Little bit of kusurdi is here and there, but we love you. കുസൃതി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. Yeah. So tomorrow you will get trained on this. നാളെ നീയും ഇതുപോലെ പരിശീലിപ്പിക്കപ്പെടും. Yeah. So what I'm saying is that everybody now, our lady here, Danya, this Danya also, that Danya also, both Danyas. രണ്ട് ധന്യമാരെ കുറിച്ചും പറയുന്നു. Yeah. In both the Danyas, so this is a close group, so I'm saying both the Danyas, no, in between they will go off. ചില സമയങ്ങളിൽ അവർ ഇതിൽ നിന്ന് മാറിപ്പോകും. Then I'll go back again. Danya, both the Danyas are same. ഞാൻ രണ്ട് ധന്യമാരുടെയും പുറകെ പോകേണ്ടി വരും. But I know that God loves both the Danyas a lot. രണ്ട് ധന്യമാരെയും കർത്താവിന് വളരെ സ്നേഹമാണ്. Even if they feel that God has gone distant, God has never gone distant, and God is getting back to them every time. അവർക്ക് തോന്നുമായിരിക്കാം കർത്താവ് എന്നിൽ നിന്നും ദൂരെ പോയെന്ന്, പക്ഷെ കർത്താവ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരും. So what I'm saying is that there is a sequence everywhere. ഓരോ സീക്വൻസ് ആണ്, ഒരു ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രമീകരണമുണ്ട് എല്ലാത്തിനും. God is not done with his work. കർത്താവിന്റെ പ്രവർത്തികൾ നിന്നു പോയിട്ടില്ല. I'll just give one last example. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. You know, when we started so second time when we started English church in Nedumangad, ഇംഗ്ലീഷ് ആരാധന നമ്മൾ നെടുമങ്ങാട് രണ്ടാമത്തെ തവണ ആരംഭിച്ചപ്പോൾ, so it was at 3 o'clock. അതൊരു 3 മണി സമയമായിരുന്നു. And you know who was our musician there? നമ്മുടെ മ്യൂസീഷ്യൻ ആരായിരുന്നു എന്നറിയാമോ? Faith Shiju started playing organ from there. ഫെയ്ത്ത് ഓർഗൻ വായിക്കാൻ തുടങ്ങിയത് ആ ഇംഗ്ലീഷ് ആരാധനയിലാണ്. And Nathania started getting onto the stage from there. ധന്യ സ്റ്റേജിലോട്ട് വന്നത്. All these girls started worshipping in English from there, right? ഇംഗ്ലീഷിൽ ആരാധിക്കാൻ തുടങ്ങിയത്. Did we ever think of this thing? നമ്മൾ അപ്പോഴൊന്നും ഈ ഒരു സഭയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. People were mocking at us. ആളുകൾ നമ്മളെ എപ്പോൾ കളിയാക്കുകയായിരുന്നു. They were not, sometimes only few of us will there, we'll worship, we'll go. ചില സമയത്ത് ഞങ്ങൾ 2-3 പേർ മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ ആരാധിക്കും, അവിടെ നിന്ന് കടന്നു പോകും. We all are getting ready for something. നമ്മളെല്ലാവരും എന്തോ ഭാവിയിലെ ഒരു കാര്യത്തിന് വേണ്ടി പരിശീലിപ്പിക്കപ്പെടുകയാണ്. I'll just read this verse and close. ഞാനൊരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. So they say James chapter 1, 2-4. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-4 വരെ. I would read the English version which says, then it says, so first verse was that consider it pure joy when you have challenges. വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. Then it says, you know that under pressure your faith life is forced into open and shows its true colors. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ല. അതുപോലെ തന്നെയല്ല ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, ഞാൻ പറയുന്നത് പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യണേ. It says, you know that under pressure, നിങ്ങൾക്കറിയാം ഈ സമ്മർദ്ദത്തിലും, your faith life is forced into open and shows its true colors. നിങ്ങളുടെ വിശ്വാസ ജീവിതം അതിൻ്റെതായ നിറങ്ങൾ കാണിക്കുകയും. Yes, exactly. So when you are under pressure is when your faith life comes out in true colors. നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതം അതിന്റെ ശരിയായിട്ടുള്ള നിറങ്ങൾ കാണിക്കും. That is when somebody gets to see whether your faith is real or not. അപ്പോഴാണ് ഒരു വ്യക്തി കാണുന്നത് നിങ്ങളുടെ വിശ്വാസം ശരിയായിട്ടുള്ളതാണോ അല്ലയോ എന്ന്. Some of the kids here, they sometimes get scolded for no reason. ചില കുട്ടികൾ ചിലപ്പോൾ വഴക്ക് പറയുന്നത് ഒരു കാരണവുമില്ലാതെ ആയിരിക്കും. No mistake of theirs, they would be scolded. അവരുടെ ഒരു തെറ്റും കാണില്ലായിരിക്കാം, എങ്കിലും അവർക്ക് വഴക്ക് കിട്ടും. And that is when they have the option to leave everything and just go and say, I don't want to do all this. അപ്പോൾ അവർക്ക് ഹൃദയത്തിൽ തോന്നാം ഇതെല്ലാം വിട്ടിട്ട് പോകാം, എനിക്കിനി ഇത് ചെയ്യണ്ട എന്ന് തോന്നാം. But it is their faith that makes them stand there. പക്ഷെ അവരുടെ വിശ്വാസമാണ് അവരെ ഇതിൽ നിലനിർത്തിയിരിക്കുന്നത്. And as they stand on that, as they press on, they will barge into the future that God has called them for. ആ വിശ്വാസത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയിലേക്ക് അവർ ചെന്നെത്തും. The day they are hurt, it might be difficult. That night might be difficult.
ആ സാഹചര്യം ചിലപ്പോൾ അവർക്ക് വിഷമകരമായിരിക്കാം, ആ രാത്രി അവർക്ക് വളരെ പ്രയാസമുള്ളതായിരിക്കാം. But the next morning they again get up പക്ഷെ ആ പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവർ എഴുന്നേൽക്കും. and they say again get up because they have some hope in their heart. അവർ വീണ്ടും എഴുന്നേൽക്കണം എന്ന് ഹൃദയത്തിൽ പറയും, കാരണം അവർക്ക് ഹൃദയത്തിൽ ഒരു പ്രത്യാശയുണ്ട്. And then it says, so don't try to get out of anything prematurely. ഒന്നിൽ നിന്നും സമയത്തിന് മുന്നേ തന്നെ പുറത്തു വരുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. Again I say, don't come out of anything prematurely. സമയത്തിന് മുമ്പേ നിങ്ങൾ ഒന്നിൽ നിന്നും പുറത്തു വരുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. You literally may feel like leaving things and just quitting. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെല്ലാം നിർത്തി അത് എല്ലാത്തിൽ നിന്നും പിന്മാറാൻ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. But God's word is saying, stay there. പക്ഷെ കർത്താവ് പറയുന്നു നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. Some marriages, ചില വിവാഹ ജീവിതങ്ങൾ it is like that. അതുപോലെയാണ്. You know, if years ago when daddy said, he doesn't want her because she became a Christian. വർഷങ്ങൾക്ക് മുമ്പേ അമ്മയോട് അച്ഛൻ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് പറഞ്ഞു. He wanted to divorce her. അദ്ദേഹം അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. But she held on to God. പക്ഷെ അമ്മ കർത്താവിൽ തന്നെ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ചു. Yeah, and she continued praying for her children. അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. She would hide herself in the hen coop. കോഴിക്കൂട്ടില് ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. That place that I have gone and seen that house. ഞാൻ ഒരിക്കൽ ആ ഭവനം പോയി കണ്ടിട്ടുണ്ട്. She will cook everything, and before daddy would rise up, she'll go and hide herself in that and she will pray because she was scared he will harm her. അച്ഛൻ വരുന്നതിന് മുമ്പേ ആഹാരമൊക്കെ പാചകം ചെയ്ത് അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. Yeah, she paid a price for these two children. മക്കൾക്ക് വേണ്ടി ഒരു വലിയ വില അമ്മ കൊടുത്തിട്ടുണ്ട്. Today I see so many marriages broken. ഞാൻ ഇപ്പോൾ കാണുന്നത് ഒരുപാട് വിവാഹ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. But if she would have done that at that point, thinking about her, today you guys will not be sitting here. പക്ഷേ ഈ അമ്മ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ നിങ്ങൾ ആരും ഇവിടെ ഇന്ന് ഇരിക്കില്ലായിരുന്നു. God is saying, do not leave or come out of any place prematurely. കർത്താവ് പറയുകയാണ്, ഒരു സാഹചര്യത്തിൽ നിന്നും അതിന്റെ സമയമാകുന്നതിന് മുമ്പേ നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കരുത്. It could be a relationship. അതൊരു വൈകാരിക ബന്ധമായിരിക്കാം. It could be a job. അതൊരു ജോലിയായിരിക്കാം. It could be even the church. അതൊരു സഭയായിരിക്കാം. It could be anything. അതെന്തുമായിരിക്കാം. Or it could be a training that you're going through. അത് നിങ്ങളുടെ ഈ പരിശീലന കാലഘട്ടമായിരിക്കാം. It could be some thoughts that are there in your mind. ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് കൊണ്ടായിരിക്കാം. You might think like quitting. നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം മതിയാക്കാമെന്ന്. But God is saying, do not do that. പക്ഷെ കർത്താവ് നിങ്ങളോട് പറയുന്നു, അങ്ങനെ ചെയ്യരുത്. God has placed you where you are. കർത്താവാണ് നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. I repeat, God has placed you where you are. കർത്താവാണ് നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ആക്കിയിരിക്കുന്നത്. And if he has allowed these challenges, it is his duty to give you the grace to stand there. ഈ സാഹചര്യങ്ങളെല്ലാം കർത്താവ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുവാനുള്ള ഒരു കൃപയും കർത്താവ് നൽകും. He has numbered the hairs for me. നിങ്ങളുടെ തലയിലെ മുടിനാരുകളെല്ലാം കർത്താവ് എണ്ണിയിരിക്കുന്നു. Without his knowledge, not one will fall. ഒരു കർത്താവ് അറിയാതെ ഒരു മുടിനാര് പോലും താഴെ വീഴില്ല. If that is the case, he knows why you are going through what you are going through and where you are standing. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിൽ കൂടെ കടന്നു പോകുന്ന കർത്താവിന് നല്ലതുപോലെ അറിയാം, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നും അറിയാം. Yeah, and he has allowed it so that the prophecies concerning you would come true. കർത്താവ് അത് അനുവദിച്ചിരിക്കുന്നത് നിങ്ങളെ കുറിച്ചുള്ള ദൂതുകൾ അത് നിവർത്തിയാകുവാൻ വേണ്ടിയാണ്. And it says, let it do the work so you become mature and well developed and not deficient in any way. ഇങ്ങനെ പറയുന്നു, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. Yes, amen. It says in English, become mature. Say, everybody say mature. Everybody loud. Mature. Mature. Well developed. Well developed. Mature എന്ന് പറഞ്ഞാൽ എന്താണ്? പരിജ്ഞാനമുള്ള അല്ലേ?
Pakvada. Mature is pakvada. Well developed means, see, God doesn't want us to be like it. So, today when I look back, I was just thinking, when I was in college or early days, for every dress I will wear a black shawl and a black pant or a white shawl or a white pant. Be it red, pink, green, yellow, everything will have black or white. Black goes with everything, right? ഞാൻ കോളേജിലായിരുന്നപ്പോൾ ഏതുടുപ്പിട്ടാലും അതിൻ്റെ കൂടെ കറുത്ത പാൻറ്റും കറുത്ത ഷോളും ഇടും. കാരണം കറുപ്പും എല്ലാ കളറിൻ്റെയും കൂടെ പോകുന്നതാണല്ലോ. Yeah, that was my idea. അതായിരുന്നു എൻ്റെ വിചാരം. Today, do I dress well? പക്ഷെ ഞാൻ ഇപ്പോൾ അതുപോലെ അല്ലല്ലോ വസ്ത്രധാരണം ചെയ്യുന്നത്. I try to match things. ഞാൻ എപ്പോഴും മാച്ചിങ് ആയിട്ടുള്ള I try to change my personality to the kind of work that I'm doing or the positions that I'm holding. എൻ്റെ വ്യക്തിത്വത്തെ ഞാനിപ്പോൾ ഏത് ജോലിയിലായിരിക്കുന്നോ, ഞാനിപ്പോൾ ഏത് നിലവാരത്തിലായിരിക്കുന്നോ അതനുസരിച്ച് ഞാൻ അതിനെ മാറ്റുവാൻ ശ്രമിക്കുന്നു. And you are also moving to a future. നിങ്ങളും ഒരു ഭാവിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. And God is forcing you and pushing you to dress up, to talk, to to behave in the manner that you should be in that position. കർത്താവ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെ ഇനി സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം, എല്ലാം കർത്താവ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. Pastor walked with a family called Papachan and Papachi for few years. പാസ്റ്റർ ഒരു പാപ്പച്ചായൻ ആൻഡ് പാപ്പച്ചായി അവർ ആ ഒരു കുടുംബത്തിന്റെ കൂടെ വളരെ കാലം ഉണ്ടായിരുന്നു. And pastor always says that God purposefully connected them. പാസ്റ്റർ എപ്പോഴും പറയും ഒരു പദ്ധതിയോടെയാണ് കർത്താവ് ആ കുടുംബത്തോട് എന്നെ ബന്ധിപ്പിച്ചത്. A simple young boy from Nedumangad. നെടുമങ്ങാടിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. And he goes and lives with these people whose standard of life is totally different. ഈ മറ്റൊരു നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നു. And he always says that I got to see how the polished life is. എങ്ങനെയാണ് ഗുണനിലവാരമുള്ള ഒരു ജീവിതം നയിക്കുന്നതെന്ന് ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്. His standard, his behavior, his talk, everything changed. പാസ്റ്ററുടെ ചിന്ത, സംസാരം, വ്യക്തിത്വം എല്ലാം ആ സമയത്ത് ഒരു മാറ്റമുണ്ടായി. And so I want to tell you that why you are where you are is purpose. God has already planned it. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ, എവിടെ ഏത് സാഹചര്യത്തിലാണോ അതിനെക്കുറിച്ചൊരു പദ്ധതി കർത്താവിനുണ്ട്. And you are being pressed on all sides for a purpose. നിങ്ങൾക്ക് എല്ലാ ദിക്കിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്നത് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. Personally, I would say that God is pressing me. I want to quit my work and be at church full time. എനിക്ക് കർത്താവ് ഒരു സമ്മർദ്ദം എനിക്ക് ചുറ്റും നൽകിയിട്ടുണ്ട്. എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് സഭയിൽ മുഴുവൻ നേരവും And sometimes this gets into my head like anything. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഉടനെ സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നു. No. Sometimes it feels like I really want to do that. ചിലപ്പോൾ എനിക്ക് തോന്നും അങ്ങനെ തന്നെ ഉടനെ ചെയ്യണം എന്ന് തോന്നും. But God doesn't let me do that. പക്ഷെ കർത്താവ് എന്നെ അതിനെ അനുവദിക്കുന്നില്ല. Because every time I tell myself that I cannot do home, church and maybe work everything together. ഓരോ തവണയും ഞാൻ എന്നോട് തന്നെ പറയും എനിക്ക് വീട്, ജോലി, സഭ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല. I would tell myself I don't have the capability. ഞാൻ എന്നോട് തന്നെ പറയും എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന്. But then God comes back and says, then why do you trust me? പക്ഷെ കർത്താവ് വീണ്ടും എന്നോട് പറയും പിന്നെ നീ എന്നിൽ എന്തിനാണ് വിശ്വസിക്കുന്നത്? Why do you trust me? എന്തിനാണ് എന്നിൽ വിശ്വസിക്കുന്നത്? Why do you tell people that I can do all things through Christ who strengthens me? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയാകുന്നു എന്ന് നീ എന്തിനാണ് പിന്നെ ആളുകളോട് പറയുന്നത്? If that word is true, then it should reflect in your life. ആ വചനം സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കണ്ടേ? Yeah, and I know God is pushing me to it. എനിക്കറിയാം കർത്താവ് എന്നെ അതിനു വേണ്ടി തള്ളി മുമ്പോട്ട് വിടുകയാണ്. He's pushing me, literally pushing me. കർത്താവ് എന്നെ നിരന്തരമായി അതിനു വേണ്ടി മുമ്പോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. He's continuously telling me you need to get that order in your life, you need to get your health in place, you need to bring changes in your behavior. കർത്താവ് എപ്പോഴും എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരണം, എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കണം എന്ന്. He is pushing me to say no to things. കർത്താവ് ചില കാര്യങ്ങളോട് വേണ്ട എന്ന് പറയാൻ എന്നെ പ്രചോദിപ്പിക്കുന്നു. I don't know how to say no to many people. വേണ്ട എന്ന് പലരോടും പറയുവാൻ എനിക്ക് അറിയില്ല. But he's pushing me. പക്ഷെ കർത്താവ് എന്നെ അതിനു വേണ്ടി And he's pushing you. കർത്താവ് നിങ്ങൾ ഓരോരുത്തരും Your circumstances are pushing you to become that powerful person that you are called to. നിങ്ങൾ ഏത് ശക്തിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ആ ഒരു വിളിയിലേക്ക് നിങ്ങളെ കർത്താവ് നിരന്തരം പ്രചോദിപ്പിക്കുന്നു. So your trials are molding you for that great call upon your life. നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു വിളിയിലേക്ക് നിങ്ങളെ വാർത്തെടുക്കുന്നതാണ്. Tomorrow when we go to Greenfield Stadium,
നാളെ നമ്മൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് I പോകും. know we are going there. എനിക്കറിയാം നാം അവിടേക്ക് I പോകും. know 100% that we are going there. എനിക്ക് 100% ഉറപ്പുണ്ട് നാം അവിടെ When those thousands and thousands and thousands of people come, this kind of a lifestyle cannot sustain that. പക്ഷെ ഈ ഒരു ജീവിത രീതി ആ ആയിരക്കണക്കിന് വരാൻ പോകുന്ന ആളുകളെ വഹിക്കുവാൻ പ്രാപ്തിയുള്ളതല്ല. Your lifestyle also cannot fit into those 1,000 people. നിങ്ങളുടെ ജീവിത രീതിയും ആ ആയിരക്കണക്കിന് വ്യക്തികളെ വഹിക്കുവാൻ പ്രാപ്തിയുള്ളതല്ല. So every scolding that you get, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വഴക്കും, every punishment that you get, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ശിക്ഷയും, every pressure that you get, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സമ്മർദ്ദവും He is molding you for that. നിങ്ങളെ അതിനു വേണ്ടി വാർത്തെടുക്കുന്നതാണ്. Yes. So today, can we just stand up on our feet? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. And can we just see? It is not a big, thunder or storm is not going to happen here. വലിയൊരു ഇടിമുഴക്കമോ ശബ്ദമോ ഒന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. Yeah, there is nothing like that is going to happen. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. Yeah, we are not going to see any of those, but we are going to surrender ourselves in God's presence. നാം നമ്മെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ പോകുന്നു. Yeah, I surrender all. Yes, so I want you to take a moment in God's presence. നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരു നിമിഷം ആയിരിക്കാം. And I want you to get into a place of surrender. നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാനായി നമുക്ക് കടന്നു വരാം. The surrender is not going to be, so you might have heard me or pastor or other pastors saying surrender, surrender, surrender. ഞാനും പാസ്റ്ററും ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സമർപ്പിക്കണം സമർപ്പിക്കണം എന്ന്. And we have done that so many weeks. നമ്മൾ ഒരുപാട് ആഴ്ചകൾ അത് ചെയ്തിട്ടുണ്ട്. Yeah, how many of you say that you have heard this so many times? ഇത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെന്ന് എത്ര പേർ പറയും? How many of you drive a car? എത്ര പേർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം? Yes. How many of you know how to ride a bicycle or a scooter? സ്കൂട്ടറും ബൈക്കും ഒക്കെ ഓടിക്കാൻ എത്ര പേർക്ക് അറിയാം? Okay, so when you started, did you start automatically? നിങ്ങൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുമായിരുന്നു? Automatically, no, right? You were telling this is the clutch, this is the brake. ആദ്യം നിങ്ങളെ പഠിപ്പിക്കുമല്ലോ, ക്ലച്ച് ഏതാണ്, ബ്രേക്ക് ഏതാണ് എന്നൊക്കെ പഠിപ്പിക്കും. And initially when you were driving, you were telling your mind, okay, now I have to do this, now I have to do that, there's a red light. ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും, ഇവിടെ നിർത്തണം, ഇവിടെ സ്പീഡ് കൂട്ടണം, ഇവിടെ നിർത്തണം. You find it difficult. How will my mind, my eyes and my hands and my legs will move together? എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാണ് എൻ്റെ ഹൃദയവും എൻ്റെ കാലും എൻ്റെ കൈയും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? But those who drive or ride today, do you do that now? പക്ഷേ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടോ? Do you do that? അങ്ങനെ ചെയ്യാറുണ്ടോ? It is automatic and you are able to sing songs. You are able to some of you are able to keep the phone in your helmet and talk also. പക്ഷെ ഇപ്പോൾ ചിലര് അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടല്ല വണ്ടി ഓടിക്കുന്നത്. പാട്ട് കേട്ടും സംസാരിച്ചും ചെവിയിൽ ഫോൺ വെച്ച് വരെ വണ്ടി ഓടിക്കാം. It has become automatic for you, right? അത് വളരെ അനായാസമായി വരുന്നു. Likewise, every time you surrender, it is going to be an ongoing process. അതുപോലെ തന്നെ ഓരോ തവണയും നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ day after day, day after day, day after day. ഓരോ ദിവസവും കഴിയുമ്പോൾ. Yeah, when my faith sleeps, no, I think I've told you, when my faith is sleeping or my Tanu is sleeping, ഫെയ്ത്തും താനും ഒക്കെ ഉറങ്ങുമ്പോൾ I watch them. ഞാൻ അവരെ നോക്കിയിരിക്കും. Yeah, and I think about the kutti people they were. അവര് പണ്ട് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കും. Yeah, and they were tiny. ചെറുതായിരുന്നപ്പോൾ. I don't even know when he became this tall. എനിക്കറിയില്ല എപ്പോഴാണ് എൻ്റെ മോൻ ഇത്രയും വലുതായതെന്ന്. And I don't know when she became tall. എൻ്റെ മോൾ എപ്പോഴാണ് ഇത്രയും വലുതായതെന്ന് It എനിക്കറിയില്ല. just happened. അത് സംഭവിച്ചു. So can we also surrender like that to a Father in heaven? നമുക്കും നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ? Can we surrender in his presence? നമുക്ക് അദ്ദേഹത്തിന്റെ തിരുസാന്നിധ്യത്തിൽ നമുക്ക് And can we say, God, I'm surrendering നമുക്ക് പറയാമോ, കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, the way I am. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. Everybody close your eyes എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. and tell him that I come to you the way I am. നമുക്ക് പറയാം, കർത്താവേ ഞാൻ ആയിരിക്കുന്ന രീതിയിൽ തന്നെ അങ്ങയുടെ തിരുസന്നിധിയിൽ In the വരുന്നു. chaos, I choose to praise you. എല്ലാ സാഹചര്യങ്ങളുടെയും മധ്യേ ഞാൻ അങ്ങയെ സ്തുതിക്കാൻ. Can you raise your hands to heaven? കർത്താവേ ഞങ്ങളുടെ കൈകളെ കർത്താവിന്റെ അങ്ങയിലേക്ക് ഉയർത്തുന്നു. You raise your hands
as a surrender. കൈകളെ ഉയർത്താം, In your സമർപ്പിച്ച് situation, the situation that you are in, that situation, you raise your hands. ഏത് സാഹചര്യത്തിൽ നിങ്ങളായിരുന്നാലും നിങ്ങളുടെ കൈകളെ ഉയർത്തി Shimeon, I want you to surrender. God loves you. Just raise your hands. I want you to freely give it to God. കർത്താവിൽ Open നിങ്ങളെ up, open up, സ്നേഹിക്കുന്നു. open up, open up. I want you to ദൈവത്തിന്റെ സന്നിധിയിൽ ഷിമോൻ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലോട്ട് ഉയർത്തി കർത്താവിനെ തൊടുന്നത് പോലെ. Yeah. You have to surrender. God has a plan. കർത്താവിന് വേണ്ടി സമർപ്പിച്ച And say, God, I surrender all. കർത്താവേ, ഞാൻ എല്ലാം അങ്ങേക്ക് വേണ്ടി തിരുസന്നിധിയിൽ I സമർപ്പിക്കുന്നു. surrender my chaos. എന്റെ മോശമായ സാഹചര്യങ്ങളെ കർത്താവിന് I തിരുസന്നിധിയിൽ surrender my fears. എന്റെ ഭീതിയെ ഞാൻ കർത്താവിന്റെ I surrender my worries. എന്റെ ചിന്തകളെ ഞാൻ സമർപ്പിക്കുന്നു. I surrender the insecurities in my life. എന്റെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളെ ഞാൻ കർത്താവിന്റെ തിരുസന്നിധിയിൽ I സമർപ്പിക്കുന്നു. surrender the doubts in your presence. എന്റെ ജീവിതത്തിലെ ചിന്താകുലങ്ങളെ സംശയങ്ങളെ ഞാൻ കർത്താവിന്റെ I തിരുസന്നിധിയിൽ surrender my poverty in your hands. എന്റെ ദാരിദ്ര്യത്തെ കർത്താവിന്റെ തൃക്കരങ്ങളിൽ I നൽകുന്നു. surrender my limitations into your hands. എന്റെ പരിമിതികളെ കർത്താവിന്റെ തൃക്കരങ്ങളിൽ നൽകുന്നു. I surrender what I face every day in and out into your hands. ഓരോ ദിവസവും ഞാൻ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. And I say, God, do your perfect will in me. കർത്താവേ, അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. Sometimes I feel like quitting God. കർത്താവേ, ചിലപ്പോഴൊക്കെ എല്ലാം മതിയാക്കുവാൻ എനിക്ക് തോന്നുന്നു ദൈവമേ. Sometimes I cannot understand anything out of it. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല കർത്താവേ. Sometimes I feel that you're not looking at me. കർത്താവേ, ചിലപ്പോൾ അങ്ങ് എന്നെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ദൈവമേ. Sometimes I feel that why don't you understand the pain I'm going through, and you say you have a plan, but where are you? ചിലപ്പോൾ എനിക്ക് തോന്നും കർത്താവേ, എന്റെ വേദനയെ അങ്ങ് കാണുന്നില്ല. കർത്താവിന് ഒരു പദ്ധതിയുണ്ട്, പക്ഷെ അത് എവിടെയെന്ന് ഞാൻ ചോദിച്ചു. I am tired of hearing these words, Lord. കർത്താവേ, ഈ ലോകത്തിന്റെ വഴികളെ കണ്ട് എനിക്ക് മതിയായി കർത്താവേ. Sometimes I'm tired of seeing this filth in the world. കർത്താവേ, ഈ ലോകത്തിന്റെ അഴുക്ക് കണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ Sometimes I get upset at what happens in the Christian world itself. കർത്താവേ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ ലോകത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് എന്റെ ഹൃദയം Sometimes I feel that everything is fake. കർത്താവേ, ചിലപ്പോൾ എനിക്ക് തോന്നും എല്ലാം ഒരു മായയാണെന്ന്. Is there anybody who loves Christ in a real way? ആരെങ്കിലും യേശുക്രിസ്തുവിനെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് I look at others' life and I get low. കർത്താവേ, I look at others' lives and I feel low. മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതം എത്ര താഴ്ന്നിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കർത്താവേ. But Lord, I surrender everything into your hands. കർത്താവേ, ഞാൻ എല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. And I want your work to fulfill in me. കർത്താവിന്റെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് Make me mature. ഞാൻ- Make me mature. എന്നെ പരിപൂർണതയിലേക്ക് എത്തിക്കണം. Well developed എന്നെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കണമേ. and fruitful. എന്നെ ഫലം Take a moment to പുറപ്പെടുവിക്കുന്നതാക്കി surrender. മാറ്റണമേ. കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു നാഥ. All to Him I freely give. I will never love or trust Him in His presence daily live.
in your presence. കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ടുള്ളവരെയെല്ലാം Abba, even if it's like a mustard seed faith, കർത്താവെ ഒരു കടുക് മണിയോളമുള്ള വിശ്വാസമാണെങ്കിലും, even if it is like a mustard seed, കർത്താവെ ഒരു കടുക് മണി പോലെയാണെങ്കിലും, you are a father who loves. കർത്താവെ അങ്ങ് സ്നേഹിക്കുന്ന ഒരു പിതാവാണല്ലോ. That little faith that this person has, കർത്താവെ ഈ ഹൃദയത്തിലുള്ള ഈ ചെറിയ വിശ്വാസമുള്ള മനുഷ്യൻ, please have mercy and come out in love to your child, Lord. കർത്താവെ കൃപയോടെ ഈ പൂർണ്ണ സ്നേഹത്തോടെ ഈ മകനിലേക്ക് കടന്നു വന്നാട്ടെ. കർത്താവെ You are a father who knows only to love. കർത്താവെ സ്നേഹിക്കുവാൻ മാത്രം അറിയാവുന്ന ഒരു പിതാവാണല്ലോ. You don't count, Father God, our missings and our mistakes. കർത്താവെ നമ്മുടെ തെറ്റുകളെ ഒന്നും കർത്താവ് എണ്ണുന്നില്ല. You just know how to love. അങ്ങേക്ക് സ്നേഹിക്കുവാൻ മാത്രമേ കഴിയൂ. Irrespective of whatever has happened in the lives. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, Abba, I just pray that you come out in love, oh God, and embrace your child. കർത്താവെ സ്നേഹത്തിൽ കടന്നു വന്നാട്ടെ. കർത്താവെ ഈ മകനെ അങ്ങ് ഉയർത്തിയാട്ടെ. Every daughter, Father God, who is crying out to you, I pray that you embrace them in love. കർത്താവെ അങ്ങേ നോക്കി കരയുന്ന ഓരോ മകളെയും കർത്താവെ അങ്ങ് സ്നേഹത്താൽ ഉയർത്തിയാട്ടെ. Lord, as they go back to their homes, Lord, കർത്താവെ ഇവർ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ I pray that let them experience this love. കർത്താവെ ആ സ്നേഹത്തെ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. കർത്താവെ Not today, tomorrow, but the entire week, Lord, let them experience it. ഇന്നും നാളെയും മാത്രമല്ല കർത്താവെ ഈ ആഴ്ച മുഴുവൻ ആ സ്നേഹത്തെ അവർ അനുഭവിക്കട്ടെ. Till the time they come back, I pray for your divine protection over their lives. അവർ തിരിച്ചു വരുവോളം കർത്താവിന്റെ സാന്നിധ്യവും സുരക്ഷയും അവരുടെ മേൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. I pray that this week let them have all the provision that they need. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർക്ക് ആവശ്യമായതെല്ലാം കർത്താവ് കൃപയോടെ നൽകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. And Lord, let your presence be with them. കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ പോകട്ടെ. In Jesus' name we pray. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Father, let your presence, കർത്താവെ അങ്ങയുടെ തിരുസാന്നിധ്യം, the fellowship of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ സംസർഗവും, and let the love of a Father God and Yeshua be with them now and forevermore. പിതാവിന്റെ യേശു കർത്താവിന്റെ നിത്യസ്നേഹവും അവരോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. God bless you all. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. Just be seated for a while as our announcements and the offering are there. Tanya, you're doing the announcement? Okay, Tanu can do the announcement next. ഒരു നിമിഷം അനൗൺസ്മെന്റിനായിട്ട് ഇരിക്കാം. And the offering. സ്തോത്ര കാഴ്ചകളുടെ സമയമാണ്.